പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് പലയിടങ്ങളിലും പാർട്ടി പറഞ്ഞ ഇടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർ തോൽവി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു, സമ്മർദ്ദമുണ്ടാക്കിയിരുന്നു. തീർച്ചയായും മൂന്നാം സ്ഥാനത്ത് പോയ തെരഞ്ഞെടുപ്പ് നേമത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നേമത്ത് ഒരുപാട് വോട്ട് വർദ്ധിപ്പിച്ചു. ഇത്തവണയും ആ വർദ്ധിപ്പിച്ച വോട്ട് കിട്ടിയിട്ടില്ല ഈ ട്രെൻഡിൽ പോലും. അത് വർദ്ധിപ്പിച്ചു. പക്ഷേ തൃശ്ശൂരെ തോൽവി വല്ല ഒരു മാനസികമായിട്ടുള്ളൊരു ആഘാതം ഉണ്ടാക്കി. പക്ഷേ ഒരു കണക്കിന് പറയുമല്ലോ, ദൈവം എല്ലാം നല്ലതിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മന്ത്രിയാവാനും നിയമസഭയിൽ വട്ടിയൂർക്കാവ് എൻ്റെ കുടുംബത്തിൽ തിരിച്ചു വരാനും കഴിഞ്ഞു. അപ്പോൾ മന്ത്രിയായതിനേക്കാൾ എനിക്ക് സന്തോഷം ഞാൻ വട്ടിയൂർക്കാവിൻ്റെ MLA എന്ന് പറയുമ്പോഴുള്ള സന്തോഷം എനിക്ക് മറ്റൊരു സ്ഥാനത്തിനോടുമില്ല. വട്ടിയൂർക്കാവിൽ ഈ കടുത്ത മത്സരമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടി ജയിക്കുകയും താൻ തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മണ്ണ് എന്നെ ചതിക്കില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തന്നെയാണ് എനിക്ക് രക്ഷ നൽകിയത്. സേഫായിട്ട് എവിടെയെങ്കിലും മത്സരിച്ച് ജയിക്കണമെന്ന് തോന്നിയില്ലേ? ഇല്ല, കാരണം ഞാനല്ലെങ്കിൽ ഇവിടെ വിജയിക്കാൻ പ്രയാസമാണ് എന്ന് പൊതുവായിട്ട് ധാരണയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റാരും മോശക്കാരായിട്ടല്ല. ഇവിടുത്തെ ഒരു അന്തരീക്ഷമുണ്ട്. ഇതൊരു നഗരമേഖലയാണ്, അതോടൊപ്പം ഗ്രാമമേഖല കൂടിയാണ്. പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഇവിടെ ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് 8 വർഷം അതുണ്ടായിരുന്നു. ഇപ്പോൾ 7 വർഷം എനിക്ക് ശേഷം വന്ന MLAക്കും കുറേയൊക്കെ ജനങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ വിഷയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 വർഷം ഇവിടെ പല പൊതുവേദിയിലും പോകുമ്പോൾ അല്ലെങ്കിൽ മരണ വീടുകളിൽ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞത്, സാർ ഇനി ഇവിടെ വിട്ടു പോകരുത്, ഇനി സാർ ഇവിടെ നിൽക്കണം, മറ്റ് സ്ഥലങ്ങളിൽ ഭാഗ്യം അന്വേഷിച്ച് പോകരുത്. അതുകൂടെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിലെനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഇതിപ്പോൾ ഇനി പാർട്ടിയാകുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഇനിയും പോകുമായിരിക്കുമല്ലോ. ഇനി ഒരു വെല്ലുവിളി ഇതുപോലെ പാർട്ടി ഏൽപ്പിച്ചാൽ ഒരു കാരണവശാൽ 5 വർഷം അല്ല, ഇനി ഞാൻ വട്ടിയൂർക്കാവ് വിട്ടു പോകുന്ന പ്രശ്നമില്ല. 5 വർഷം കഴിഞ്ഞിടില്ല, കഴിഞ്ഞിട്ടുമില്ല. ഇനി അസംബ്ലി എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് തന്നെയാണ്. ഇനി വേറൊരു പരീക്ഷണത്തിന് ഞാനില്ല. വട്ടിയൂർക്കാവിനെ ഇനി വിട്ടുപോകില്ല, ചതിക്കില്ല. ഇത് ചതിക്കലല്ല, പാർട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിലും അങ്ങനെ ചതി എന്നൊരു പേര് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് അത് ഇനി ആവർത്തിക്കില്ല.